അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മഞ്ഞു പെയ്യുന്ന ബേത്ലഹേമിന്റെ കുന്നിൻ ചരുവിൽ ഒരു പുൽത്തൊഴുത്തിൽ യേശുനാഥൻ പിറന്ന ശാന്ത തിരുരാത്രി. ആ മനോഹര രാത്രിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് രാവ് കൂടി. അന്നാളിൽ മാലാഹവൃന്ദങ്ങൾ ഏറ്റുപാടിയ അതിമനോഹരമായ സ്തുതിഗീതം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, തോട്ടുപുറം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ സെന്റ് സ്റ്റീഫൻസ് വനിതാ സമാജം കാഴ്ചവെക്കുന്ന ഒരു സ്കിറ്റ്, ക്രിസ്തുമസും പിന്നെ ഞങ്ങളും. ഈ കൊച്ചു സ്കിറ്റിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ തോട്ടുപുറം പള്ളിയിലെ വനിതാ സമാജ മീറ്റിംഗിലെ പ്രസക്ത ഭാഗം കൂട്ടിയിണക്കിക്കൊണ്ട് സിംഗപ്പൂരിൽ മക്കളോടും കൊച്ചുമക്കളോടും 3 വർഷത്തെ വാസത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അമ്മച്ചിയുടെ സിംഗപ്പൂർ വിശേഷങ്ങളുമായി ഇതാ എത്തുന്നു. ക്രിസ്തുമസും പിന്നെ ഞങ്ങളും. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹസഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. എൻ്റെ മാതാവേ, വനിതാ സമാജത്തിന്റെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് ഒരെണ്ണത്തിനെ പോലും കാണാനില്ലല്ലോ. അല്ലെങ്കിലും കൃത്യസമയത്തിന് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? സെക്രട്ടറി ദേഷ്യത്തോടെ നിൽക്കുന്നു, വേഗം വാ. എല്ലാവരും എത്തിയോ? നമുക്ക് തുടങ്ങാം. പാഠപുസ്തകത്തിലെ 8ാമത്തെ പാട്ട്. ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചതിന്റെ ഉദ്ദേശം നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത്തവണ നമുക്ക് മാർഗം കളി ആയാലോ? ഓ, വയസ്സാം കാലത്തല്ലയോ മാർഗം കളി. കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിന്റെ കാലുവേദന ഇതുവരെയൊന്നും മാറിയിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ പാടിയ പാട്ടിന് എന്തുമാത്രം കമന്റാണ് കിട്ടിയതെന്നറിയാമോ? അച്ഛൻ വരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ മലയാളം പാട്ടാണോ ഇംഗ്ലീഷ് പാട്ടാണോ പാടിയത് എന്ന്. ഓ, പാട്ടും ഡാൻസും ഒന്നും വേണ്ട, നമുക്കൊരു സ്കിറ്റ് അവതരിപ്പിച്ചാലോ? അതെ അതെ, നിനക്ക് പറ്റിയ ഒരു വേഷമുണ്ട്, യൂദാസിൻ്റെത്. ഹലോ, ഇപ്പോഴെങ്ങാനും തീരുമോ? എനിക്ക് കുടുംബശ്രീക്ക് പോകേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ആ താഴ്ച ഷേർലി ഉണ്ടല്ലോ, അവളുടെ മോന് എല്ലാത്തിനും A+. ഓ, പിന്നെ പരീക്ഷ എഴുതാത്തവർക്ക് വരെ ഇപ്പോൾ ഫുൾ A+. പിന്നെ തുടങ്ങി കുറ്റം പറച്ചില്. ഈ ക്രിസ്തുമസ് ആയിട്ട് കുറച്ച് ആത്മീകമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ. മതി, നിർത്ത. നമുക്കിതിവിടെ നിർത്താം. ഞാൻ അച്ഛനുമായി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. നമുക്കൊരു പാട്ട് പാടാം. സിംഗപ്പൂർ അമ്മച്ചി വന്നല്ലോ. എന്താ മക്കളെ, ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളവും. സമാജം കഴിഞ്ഞോ? ഞാൻ താമസിച്ചു പോയോ? ഇല്ല, അമ്മച്ചി ഇരിക്ക്. അവിടുത്തെ വിശേഷങ്ങൾ പറ. അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഒന്ന് അറിയാമല്ലോ. അമ്മച്ചി അവിടെ പള്ളിയിൽ പോകാറില്ലേ? പിന്നല്ലാതെ, പള്ളിയിൽ ചെന്നില്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അതിലും ഭേദം അങ്ങോട്ട് പോകുന്നതല്ലേ. പക്ഷേ ടാക്സി പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും
അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിങ്ങൾ സമാധാനത്താലെ പോകുവീൻ എന്ന് പറയും. അമ്മച്ചി, സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലയോ? പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൊണ്ടുവരാതിരിക്കുമോ? വേണ്ടു മക്കളെ. പിന്നെ അവിടുത്തെ അച്ഛൻ എങ്ങനെയുണ്ട് അമ്മച്ചി? വിദേശത്തൊക്കെ ചെറുപ്പക്കാർ അച്ഛന്മാരല്ലയോ? എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പമുണ്ട്. അവിടെ ആളുകൾ തമ്മിൽ എന്ത് സഹകരണമാണ്. പിന്നെ മക്കളെ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേന്നാണ് വീട്ടിൽ കരോൾ വന്നത്. കൊട്ടും പാട്ടുമായി എല്ലാവരും കൂടും. എന്നാലും നമ്മളെ നാട്ടിലെ കരോളാണ് കരോൾ. അതൊരു ഒന്നൊന്നര കരോളാ. ഇവിടുത്തെ പോലെ വനിതാ സമാജം അവിടെ ഉണ്ടോ അമ്മച്ചി? ഉണ്ടോന്നോ? അവിടുത്തെ സമാജത്തെ പറ്റി പറയാൻ വാക്കുകളില്ല. എന്തൊക്കെ പുണ്യപ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും അവരെ കണ്ടു പഠിക്കണം. ബൈബിൾ മെസ്സേജ്, ബൈബിൾ കിസ്, ചാരിറ്റി എന്നു വേണ്ട നിരവധി മേഖലകളിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരക്കേറിയ ജീവിതത്തിനിടയിലും അവർ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നുമുണ്ട്. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. പക്ഷേ അത് വേറൊരിക്കലാകാം. എന്തായാലും ഇത്തവണ അമ്മച്ചോടൊപ്പം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. ഇത്തവണ നിങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ അമ്മച്ചി ഒത്തിരി ആഗ്രഹിച്ചാണ് വന്നത്. ഇപ്പോൾ ക്രിസ്മസ് എല്ലാം വെറും ആഘോഷമായി മാറി. യഥാർത്ഥത്തിൽ യേശു നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ വന്ന് പിറക്കണം. അങ്ങനെ യേശുവിലൂടെ ഈ ലോകത്തെ കാണുവാനും സ്നേഹിക്കുവാനും കഴിയുമ്പോൾ ക്രിസ്മസ് പൂർണ്ണമാകും. അമ്മച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാഥനായ യേശുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാനും ദൈവമക്കളായി നല്ല രീതിയിൽ ജീവിക്കുവാനും ദൈവം ഒരവസരം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. കൂടാതെ വനിതാ സമാജം ഈ ഇടവകയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുവാനും ഇടയാകട്ടെ. വളരെ കാലത്തെ ആഗ്രഹമായ നമ്മുടെ പള്ളിയുടെ നമ്പറിങ്ങിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കൈകോർക്കാം. സാരാഫാത്തിലെ വിധവയെ പോലെ നമ്മുടെ കൊച്ചു സമ്പാദ്യങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തിലെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിന് മാർഗനിർദ്ദേശം നൽകിയ നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി റവറന്റ് ഫാദർ ബിനോറ്റി യോഹന്നാൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്ക്രിപ്റ്റ് ആൻഡ് എഡിഷൻ നിർവഹിച്ച സോബിൻ സജി, വനിതാ സമാജ പ്രവർത്തകർ, ഞങ്ങളെ സദയം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഹാപ്പി ന്യൂ ഇയർ.